എല്ലാവർക്കും നമസ്കാരം. ഞാൻ സുസ്മി രതീഷ്. ഇന്ന് നമ്മൾ രണ്ട് സൗത്ത് ഇന്ത്യൻ സ്നാക്ക് റെസിപ്പികളുമായിട്ടാണ് വന്നിരിക്കുന്നത്. ഇതിൻ്റെ കൂടെ കഴിക്കാൻ ഞാനൊരു ചട്നി കൂടി ചെയ്യുന്നുണ്ട്. എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ട് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. നമുക്ക് നമ്മുടെ റെസിപ്പിയിലേക്ക് പോയാലോ. നമ്മുടെ റവ വടയ്ക്ക് ആവശ്യമായി 2 കപ്പ് റവയിൽ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതായി അരിഞ്ഞതും 3 മുതൽ 4 വരെ പച്ചമുളകും 10 മുതൽ 15 വരെ കറിവേപ്പിലയിലയും 2 ടേബിൾ സ്പൂൺ മല്ലിയിലയും 1/2 ടീസ്പൂൺ ചതച്ച മല്ലിയും ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് ഇളക്കി അതിലേക്ക് 1 കപ്പ് തൈരും 1/2 കപ്പ് വെള്ളവും 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് നന്നായി ഇളക്കി 20 മുതൽ 30 മിനിറ്റ് വരെ റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഈ സമയത്ത് നമുക്ക് ഉടുപ്പി സ്റ്റൈൽ കോക്കനട്ട് ചട്നി ഉണ്ടാക്കാം. ഇതിനാവശ്യമായിട്ട് ഒരു ചെറിയ കപ്പിന് 3/4 കപ്പ് പൊട്ടുകടലയും 1 കപ്പ് തേങ്ങ ചിരകിയതും 3 വെളുത്തുള്ളി അല്ലിയും ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും 3 മുതൽ 5 വരെ പച്ചമുളകും 1/4 കപ്പ് മല്ലിയിലയും ആവശ്യത്തിനുള്ള ഉപ്പും 3/4 കപ്പ് വെള്ളവും ചേർത്ത് പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കാം. ഇതിലേക്ക് നമുക്ക് കടുക് വറുത്തൊഴിക്കാം. കായത്തിൻ്റെ ഫ്ലേവറൊക്കെ ഇഷ്ടമുള്ളവർക്ക് ഒരു നുള്ളു കായപ്പൊടിയും കൂടെ കടുക് വറുക്കുമ്പോൾ ചേർക്കാം. ഇനി ഉഴുന്നുവടയ്ക്ക് ആവശ്യമായിട്ട് 3 മുതൽ 4 മണിക്കൂർ വരെ കുതിർത്ത 200 ഗ്രാം ഉഴുന്നിൽ 3 തണ്ട് കറിവേപ്പിലയും ചേർത്ത് ഇതിലേക്ക് 1/4 കപ്പ് വെള്ളവും കുറേശ്ശെ ഒഴിച്ച് ഇതേ രൂപത്തിൽ നമുക്ക് അരച്ചെടുക്കാം. ഉഴുന്ന് പേസ്റ്റ് രൂപത്തിൽ അരയേണ്ട ആവശ്യമില്ല. ഇതിലേക്ക് 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് നന്നായി മിക്സ് ചെയ്യാം. മാവിലെ വെള്ളത്തിൻ്റെ പരുവം അറിയാനായി ഒരു ചെറിയ പാത്രത്തിൽ വെള്ളമെടുത്ത് 1 നുള്ളു മാവ് ഇട്ട് കൊടുക്കാം. മാവ് പൊങ്ങിക്കിടക്കുന്നതാണ് പരുവം. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ അരിപ്പൊടിയും 5 ചെറിയ ഉള്ളി ചെറുതായി അരിഞ്ഞതും 3 തണ്ട് കറിവേപ്പിലയും 1/2 ടീസ്പൂൺ ചതച്ച കുരുമുളകും ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതായി അരിഞ്ഞതും ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് മാറ്റിവെക്കാം. ഇനി നമുക്ക് പാനിൽ എണ്ണയൊഴിച്ച് എണ്ണ ചൂടാകുമ്പോൾ ആദ്യം റവ വടയുടെ മാവ് ഇതേ രൂപത്തിൽ വറുത്തെടുക്കാം. ഇത് മീഡിയം ഫ്ലെയിമിൽ വേണം വറുത്തെടുക്കാൻ. എപ്പോഴും വട ഉണ്ടാക്കുമ്പോൾ ഒരു സ്പൂണ് കരുതുക. എന്തുകൊണ്ടെന്നാൽ വടയുടെ മാവ് നമ്മൾ പല സമയത്തായിട്ടാണ് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. നമ്മുടെ റവ വടയുടെ ഒരു സൈഡായിട്ടുണ്ട്. നമുക്കിത് തിരിച്ചിട്ട് കൊടുക്കാം. നമ്മുടെ റവ വടയ്ക്ക് ലോ ഫ്ലെയിമിൽ വെക്കേണ്ട ആവശ്യമില്ല. അതിൻ്റെ ടെക്സ്ചറൊക്കെ മാറി പൊട്ടിപ്പോകാൻ സാധ്യതയുണ്ട്. അതുപോലെ ഇത് നന്നായിട്ട് ക്രിസ്പി ആവേണ്ട ആവശ്യവും ഇല്ല. ഇപ്പം നമ്മുടെ റവ വട എല്ലാം റെഡി ആയിട്ടുണ്ട്. ഇതൊന്ന് മാറ്റിയിട്ട് നമുക്കിനി ഉഴുന്നുവട ഉണ്ടാക്കാം. റിലേറ്റീവ്സും ഫ്രണ്ട്സും ഒക്കെ വീട്ടിൽ വരുമ്പോൾ വീട്ടിലുള്ള സാധനങ്ങളൊക്കെ വെച്ച് വളരെ കുറച്ച് സമയം കൊണ്ട് ഉണ്ടാക്കാൻ പറ്റാവുന്ന നല്ലൊരു സ്നാക്കാണിത്. എണ്ണയിലേക്ക് നമുക്ക് ഉഴുന്നുവടയെല്ലാം ഇട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഉഴുന്നുവട ഉണ്ടാക്കുമ്പോൾ എപ്പോഴും ലോ ഫ്ലെയിമിൽ വേണം ചെയ്യാൻ. നമ്മൾ ആദ്യം ഇട്ട വടകളെല്ലാം നല്ല ക്രിസ്പി ആയി തുടങ്ങിയിട്ടുണ്ട്. നമുക്കിത് ഓയിലിൽ നിന്ന് മാറ്റി സെർവ് ചെയ്യാം.
എല്ലാവരും ഈ റെസിപ്പികളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയാൻ മറക്കരുത്. അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്.